നവകേരളം ഉണ്ടാക്കിയത് പിണറായി ആണത്രേ. അതെ, കുറച്ചധികം പിണറായി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ കുടുംബത്തോട്ടാണെന്ന് മാത്രം. ഊതി വീർപ്പിച്ച വെറും കുമിളയാണ് വിജയൻ. ക്യാപ്റ്റൻ തള്ള് ഇടതുപക്ഷത്തിന് മറ്റൊരു നല്ല നേതാവിനെ ഉയർത്തി കാണിക്കാൻ ഇല്ലാത്തതിന്റെ ഗതികേട് മാത്രം. പിണറായി വിജയനെ പൊതുമധ്യത്തിൽ വലിച്ചു കീറുകയാണ് ജി സുധാകരൻ. ആലപ്പുഴയിൽ സുധാകരൻ വാ തുറക്കുന്നത് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ചങ്കിൽ തീയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയെങ്കിലും പിണറായിയെ നേരിട്ട് വിമർശിക്കുന്ന തരത്തിലേക്ക് സുധാകരൻ എത്തിയിരുന്നില്ല. പക്ഷേ സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്ന് പിണറായി ഒരു ചാനൽ അഭിമുഖത്തിൽ പച്ചയ്ക്ക് പറഞ്ഞതോടെയായിരുന്നു സുധാകരൻ കലിയിളകി രംഗത്തേക്കിറങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി പലതും വിളിച്ചുകൂവി തുടങ്ങിയ സുധാകരൻ ഇപ്പോൾ വായടയ്ക്കുന്നതേയില്ല. വെറുതെ കയറി ചെന്ന് തോണ്ടി പിണറായി ഇപ്പോൾ മാന്ത് മേടിച്ചു കൂട്ടുകയാണ്. പിണറായിയുടെ വലങ്കൈ ആയിരുന്നു ഒരു കാലത്ത് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ പിണറായിയെ വെട്ടിലാക്കുന്നത് വല്ലതും ഇനി സുധാകരന്റെ വായിൽ നിന്ന് വരുമോ എന്ന പേടിയാണ് CPM-കാർക്കുള്ളത്. നവകേരളം ഉണ്ടായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമല്ലെന്ന് സുധാകരൻ കമ്മിക്കൂട്ടത്തിന് മറുപടി കൊടുത്തു. 1956 നവംബർ 1-നാണ് നവകേരളം ഉണ്ടായത്. സുധാകരൻ ഇങ്ങനെ ഒരു മറുപടി ഈ അന്തം കമ്മികൾക്ക് കൊടുക്കുമ്പോൾ ഇതുവരെ ഈ 10 വർഷത്തെ കാര്യങ്ങൾ PR പണി ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ പിണറായിയെ ഊതി വീർപ്പിച്ച് ഒരു ബലൂൺ പോലെ ഈ സൈബർ കമ്മിക്കൂട്ടം കൊണ്ടാടിയിരുന്നു. അതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ സുധാകരൻ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ് കേരളം ഉണ്ടായതെന്നാണ് കമ്മികളുടെ ഒരു വെപ്പ്. അതുവരെ കേരളം ഉണ്ടായിരുന്നില്ല, സൂര്യനും ഇവിടെ ഇല്ലായിരുന്നു. 2016-ലാണ് പിണറായി കേരളം ഉണ്ടാക്കിയത്. അതിനുശേഷം സൂര്യൻ ഉദിച്ചുയർന്നു. പൊതുവെ ഒരു പറച്ചിലുണ്ടല്ലോ, പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയതെന്ന്. ആ പരശുരാമൻ ടീമിനേക്കാൾ വലിയ തള്ളാണ് പിണറായി കൂട്ടരുടേത്. അന്തം കമ്മികളുടെ പിണറായി കേരള ദൈവം എന്ന തള്ളിന്റെ മുനയൊടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സുധാകരൻ ചെയ്തിരിക്കുന്നത്. സൈബർ വെട്ടുകിളി കൂട്ടങ്ങളും MLA-മാരും എന്തിനേറെ മന്ത്രിമാരും വരെ പിണറായി സൂര്യനാണ്, ഇന്ദ്രനാണ്, ചന്ദ്രനാണ്, പിണറായി കേരളത്തിന്റെ ഐശ്വര്യമാണ്, പിണറായി കുടുംബമാണ് കേരളത്തിന്റെ ഐശ്വര്യം എന്നൊക്കെയുള്ള തള്ളുകൾ നമ്മൾ എത്രയോ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും കണ്ണു തള്ളി നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. വ്യക്തി ആരാധന, വ്യക്തിപൂജ ഇതൊന്നും പാടില്ല. പാർട്ടിക്ക് മുകളിലല്ല ആരും. ഇത് കമ്മ്യൂണിസ്റ്റ് നിലപാടാണ്. ആ നിലപാട് 8ആയി മടക്കി അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് പിണറായി ദൈവം എന്നുള്ള കമ്മികളുടെ പൊക്കിയടിക്കൽ. പണ്ട് VS-ന് ജനപിന്തുണ കൂടിയതിൽ കലിതുള്ളിയ ഇതേ പിണറായി വ്യക്തിപൂജ വേണ്ടെന്ന് പറഞ്ഞ് VS-നെ ചാടിക്കടിക്കാൻ ചെന്നതും VS അനുകൂലികളെയും VS പക്ഷക്കാരെയും തിരുത്താൻ ശ്രമിച്ചതുമൊക്കെ. P ജയരാജന് തന്നേക്കാൾ ജനപിന്തുണ കൂടിയപ്പോഴും PJ ആർമിയെ ഒതുക്കി. ജയരാജൻ പൊടിക്ക് അടങ്ങിക്കോ, പാർട്ടിക്ക് മുകളിൽ വളരണ്ടെന്ന് വാചകമടിച്ച പിണറായി ഇന്ന് സ്വയം പൊക്കിയടിക്കുന്നതിന് വേണ്ടി കോടികൾ മുടക്കി PR പണി വരെ നടത്തുകയാണ്. ഇമാതിരി പിണറായി ഇരട്ടത്താപ്പുകളെല്ലാം കൂടി പൊളിച്ചെടുക്കുന്നതാണ് സുധാകരന്റെ വാക്കുകൾ. സുധാകരനെ ഇനിയും വാ തുറക്കാൻ അനുവദിക്കരുതെന്ന് CPM-കാർ തിട്ടൂരം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പിണറായിക്കെതിരെ തുറന്ന വായ സുധാകരൻ ഇതുവരെയും അടച്ചിട്ടില്ല, അടയ്ക്കുമെന്നും തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ലാളിത്യമൊന്നും ഒരു മന്ത്രിമാർക്കും CPM-ലെ മന്ത്രിമാർക്കും ഇപ്പോൾ ഇല്ല എന്നും സുധാകരൻ പച്ചയ്ക്ക് പറഞ്ഞു. ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞ സജി ചെറിയാനെ അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. മന്ത്രിസഭയിൽ തിരിച്ചെടുത്തത് എന്തിനായിരുന്നു? ഇത്തരക്കാരെ കൊണ്ടാണ് മന്ത്രിസഭ ഉണ്ടാക്കിയത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളാണ് സജി ചെറിയാൻ BJP-ക്ക് കൊടുത്തത്. കഴിഞ്ഞ തവണ 7 പഞ്ചായത്ത് ഉണ്ടായിരുന്ന CPM-ന് 2ആയി ചുരുങ്ങി. സജി ചെറിയാൻ പറഞ്ഞിട്ടാണ് ഗോപകുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കിയതെന്നും ജി സുധാകരൻ ഇപ്പോൾ തുറന്നടിക്കുന്നു. CPM ഇനി കേരളത്തിൽ വളരില്ല. പടുകുഴിയിലേക്ക് പോകുന്ന CPM-നെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ഒറ്റ നേതാവില്ല. താഴെ മുതൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം വളരുന്നു. തന്നെ പടുകുഴിയിൽ ചവിട്ടി താഴ്ത്തുമെന്ന് പറയുന്നതിന് പകരമാണ് മുഖ്യമന്ത്രി ആ വാക്ക് ഉപയോഗിച്ചത്. പിണറായി വിജയൻ ഇന്ന് വരെ കുട്ടനാട്ടിലെ വയൽ വരമ്പത്ത് കൂടി നടന്നിട്ടുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു. പിണറായിക്ക് നേരെ കത്തിക്കയറുകയാണ് സുധാകരൻ ഇപ്പോൾ. CPM സൈബർ വെട്ടുകിളിക്കൂട്ടം സുധാകരനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിട്ടുമുണ്ട്. നെറികെട്ടവനെ, തന്നെ വളർത്തിയത് പിണറായി വിജയൻ അല്ലേ എന്ന് CPM വെട്ടുകിളികൾ സുധാകരനെ കടിച്ചു കീറിക്കൊണ്ട് ചോദിക്കുന്നത്. അതിനും സുധാകരൻ വായടപ്പിക്കുന്ന മറുപടികൾ കമ്മികൾക്ക് കൊടുത്തു. 63 വർഷമായി താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 15-ാം വയസ്സിലാണ് പാർട്ടിയിൽ ചേർന്നത്. പിണറായി വിജയനാണ് തന്നെ വളർത്തിയതെന്ന വാദത്തെ നിഷേധിച്ച സുധാകരൻ
1967 കാലഘട്ടത്തിൽ പിണറായി വിജയനെ തിരുവിതാംകൂറിൽ ആർക്കും അറിയില്ലായിരുന്നുവെന്നും അന്ന് അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം ഒതുങ്ങി നിന്ന നേതാവായിരുന്നുവെന്നും മറുപടി കൊടുത്തു. സുധാകരൻ ഇങ്ങനെ ഒരു മറുപടി പിണറായിക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി പറയാതെ പറഞ്ഞു വെക്കുകയാണ് സുധാകരൻ ചെയ്യുന്നത്. അതായത് ആലപ്പുഴയിൽ പിണറായിക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കി കൊടുത്തത്, ഒരു ജനപ്രീതി ഉണ്ടാക്കി കൊടുക്കാൻ പണിയെടുത്തത് ഞാനും കൂടിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സുധാകരൻ അതിലൂടെ നടത്തുന്നത്. അതായത് ഇങ്ങ് തെക്കോട്ടേക്ക് വരുമ്പോൾ കമ്മ്യൂണിസം ഉള്ളിൽ പേറുന്നവർക്ക് ഒരൊറ്റ നേതാവേ ഉള്ളൂ, അത് VS ആണ്. VS കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. എന്നാൽ അവിടെ ഒരു ശക്തമായ അടിത്തറ പിണറായിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈ തെക്കോട്ടുള്ള ചില CPM നേതാക്കൾ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അതിൽ സുധാകരനും തോമസ് ഐസക്കും ഒക്കെ ഉൾപ്പെടുന്നുമുണ്ട്. അങ്ങനെയാണ് പിണറായി ഇവിടെ വലിയ ആളായത് എന്നുകൂടിയാണ് സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. അതിനു മുൻപ് വരെ മലബാറിൽ മാത്രം ഒതുങ്ങിയിരുന്ന പിണറായിയെ ഇങ്ങ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാക്കി എടുക്കാൻ ഞങ്ങളിൽ കുറച്ചുപേർ നല്ല പണിപ്പെട്ടിട്ടുണ്ട് എന്നുകൂടിയാണ് സുധാകരൻ ഓർമ്മിപ്പിക്കുന്നത്. തന്റെ അനുജനും രക്തസാക്ഷിയുമായ ഭുവനേശ്വരന്റെ കേസ് നടത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി 10 പൈസ പോലും നൽകിയിട്ടില്ലെന്നും വീട്ടിലെ ആഞ്ഞിലിമരം വെട്ടിവിറ്റ പണം കൊണ്ടാണ് ആ കേസ് നടത്തിയതെന്നും സുധാകരൻ ആവർത്തിച്ചു പറഞ്ഞു. മാർക്സിനെയോ ഏംഗൽസിനെയോ വായിക്കാത്തവരാണ് ഇന്നത്തെ പല മാർക്സിസ്റ്റുകാരും. ഒരു പാർട്ടിക്കും ഒരു മണ്ഡലവും സ്ഥിരമായി അവകാശപ്പെടാനാവില്ലെന്ന് പറഞ്ഞ സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ UDF കൃത്യമായി പ്രവർത്തിച്ചാൽ LDF 1-2 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും വ്യക്തമാക്കി. അതായത് നിരന്തരം CPM-നിട്ട് അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ ഇപ്പോൾ ചെയ്യുന്നത്. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിയ സുധാകരനെ സ്കെച്ചിട്ടിരിക്കുകയാണ് DYFI SFI സംഘം. സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് രംഗത്ത്. രക്തസാക്ഷിത്വത്തെ അപമാനിച്ചാൽ ചുട്ട മറുപടി നൽകുമെന്ന് ശിവപ്രസാദ് പറഞ്ഞു. കോൺഗ്രസിന്റെ അണികളുടെ വോട്ടുറപ്പിക്കാൻ സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറയുകയാണ് സുധാകരനെന്ന് ശിവപ്രസാദ് കുറ്റപ്പെടുത്തി. സഹോദരൻ ഭുവനേശ്വരന്റെ മരണത്തിന് കാരണം SFI ഗുണ്ടകളാണെന്ന സുധാകരന്റെ പരാമർശത്തിനെതിരെയാണ് ശിവപ്രസാദ് പ്രതികരിച്ചത്. സുധാകരൻ അമ്മയെ തല്ലി കളരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തെ തന്നെ തള്ളിപ്പറയുന്നു. കോൺഗ്രസ് ക്യാമ്പിന് ആവേശം നൽകാൻ സുധാകരൻ എന്തും പറയും, എന്തും ചെയ്യും. അത്ര നെറികെട്ടവനാണ്. കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ മുൻപ് സുധാകരൻ അനുജന്റെ രക്തസാക്ഷിത്വമായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അണികളെ സുഖിപ്പിക്കാൻ എന്തും വിളിച്ചു പറയുന്നുവെന്നും ശിവപ്രസാദ് പറഞ്ഞു. സുധാകരൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂവെന്നും ശിവപ്രസാദ് കൂട്ടിച്ചേർത്തു. സുധാകരനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും രംഗത്തെത്തി. രക്തസാക്ഷികളെ ഒറ്റുകൊടുക്കുന്നവരെ ദ്രോഹി എന്ന് കാലം അടയാളപ്പെടുത്തുമെന്നാണ് സഞ്ജീവ് പറഞ്ഞത്. സ്വന്തം അനുജനെ തലച്ചോറ് തകർത്ത് അടിച്ചു കൊലപ്പെടുത്തിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നരാധമന്മാരുടെ കൈപിടിച്ച് ഇന്ന് സുധാകരൻ നടത്തിയ പ്രസ്താവന വീണ്ടും ഭുവനേശ്വരനെ കോൺഗ്രസിന് കൊല്ലാൻ ഇട്ടുകൊടുത്തതിന് തുല്യമാണെന്നും സഞ്ജീവ് കുറ്റപ്പെടുത്തി.